സ്നേഹിപ്പാൻ നമ്മുടെ ദൈവത്തിന് ഇഷ്ടമായി. കഴിഞ്ഞിടയ്ക്കും ഒരാള് ഇതുപോലുള്ള ഒരു വിർച്വൽ മീറ്റിംഗിൽ എന്നോട് ചോദിച്ചു, വൈ ഡിഡ് ഹി ലവ് us? നമ്മൾ എന്തിനാ ദൈവം സ്നേഹിച്ചത്? രണ്ട് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് എന്നെ സ്നേഹിപ്പാനുള്ള കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടി? ദൈവം നമ്മെ സ്നേഹിക്കുവാൻ സ്തോത്രം കാരണം ചോദിച്ചാൽ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഹിസ് സോവർണിറ്റി. ദൈവത്തിന് അതിന് അധികാരമുണ്ട്, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ സംഗതി, ഡ്യൂട്ടറോണമി 7:7 വായിക്കുന്നത് പോലെ, ആവർത്തനം 7:7 വായിക്കുന്നത് പോലെ, അവൻ അങ്ങനെ അങ്ങ് ഇഷ്ടമായി. ഹിന്ദിയിൽ പറയുമ്പം ഉസ്കോ ഭായാ ഹൈ കി വോ ഹംസെ മൊഹബ്ബത്ത് കരെ. ദൈവത്തിന് അങ്ങനെ ഇഷ്ടമായി എന്നുള്ളൂ. നമ്മുടെ വായിക്കുന്നത് ദൈവം നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തു എന്ന്. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തു. ആ പ്രിയത്തിനകത്ത് അഫെക്ഷൻ ആണ് വരുന്നത്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്. നോട്ട് ഓൺലി ആൻ ഇന്റലക്ച്വൽ അക്സെപ്റ്റൻസ് ഓർ സ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നി നമ്മെ സ്നേഹിച്ചതാണ്. പിന്നെ സ്നേഹിക്കാൻ ഉദ്ദേശം വരെയുണ്ട്, അവിടങ്ങളിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. ഏറ്റവും പ്രത്യേകിച്ച് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുക, കർത്താവിന്റെ കൂടെ നമ്മൾ ആയിരിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ ഇങ്ങനെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം നന്ദിയുള്ളവരായി ആ സ്നേഹത്തെ ആസ്വദിച്ച് നുകർന്ന് ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഫസ്റ്റ് പ്രഭാനും കുടുംബവും അവര് തന്നെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത പാട്ടാണത്. കർത്താവ് അവരെ വീണ്ടും ഈ ഹിന്ദി ഫീൽഡുകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വി കൺഗ്രാറ്റ് യു, കൺഗ്രാറ്റുലേഷൻസ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പുതുതായി നമ്മോടൊപ്പമുള്ള കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കുമായിട്ട് സ്തോത്രം. ഇന്നലെ മുതൽ നമ്മോടൊപ്പം കേരളത്തിൽ അട്ടപ്പാടിയിൽ നിന്നും ചേരുന്ന കർത്താവിന്റെ ദാസനുണ്ട്, പാസ്റ്റർ ബിനോയ്. അദ്ദേഹത്തിനായിട്ട് സ്തോത്രം. വേറെയും ചില പേരുകൾ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്ത് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിരിക്കാം. നാം ഇന്നലെ പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയ സഹോദരങ്ങൾ കോവിഡിനാൽ ഭാരപ്പെടുന്നെന്ന് നമ്മൾ അറിഞ്ഞ പ്രിയ ബ്രദർ ബൈജു, സിസ്റ്റർ സൂസൻ, അല്പമായ വിടുതലുകൾ കർത്താവ് അവർക്ക് നൽകി എന്ന് ഇന്ന് വാർത്ത അറിഞ്ഞു. പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവർ നന്ദി അറിയിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് നൽകിയ സൗഖ്യത്തിനും വിടുതലിനുമായിട്ട് നൽകുന്ന സൗഖ്യത്തിനായും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്നും കർത്താവ് പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലെ ചില പാസ്റ്റേഴ്സും ഒക്കെ ബോംബെയിലല്ല മറ്റു പല സ്ഥലങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്നു എന്നറിയുന്നുണ്ട്. ദൈവം വിടുവിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് വേഗത്തിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. നാം കഴിഞ്ഞ 2 ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നാം ദാഹിക്കേണ്ടതും വിശക്കേണ്ടതും എന്തിനു വേണ്ടിയാണ്
എന്നുള്ള ദൈവവചന ഭാഗങ്ങളാണ്. നാം ഒത്തിരി വിശദമാക്കാതെ തൊട്ട് പോകുന്നതേ ഉള്ളൂ. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് 119 സങ്കീർത്തനത്തിന്റെ 40 വാക്യത്തിൽ നിന്നായിരുന്നു. How I long for your precepts. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കായി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും അതൊരിക്കലും നമ്മൾ കുറയരുത്. ദൈവവചനത്തോടുള്ള നമ്മുടെ അപ്പറ്റൈറ്റ്, നമ്മുടെ ആ ദാഹവും വിശപ്പും ആഗ്രഹവും കുറയുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, എവിടെയോ ആത്മീയ രോഗം നമ്മെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ അളക്കാനുള്ള ഒരു നല്ല അളവുകോലാണ് നമ്മുടെ ആത്മീയ വിശപ്പും ദാഹവും. സ്തോത്രം. ഒത്തിരി നമ്മൾ ആത്മീയത എന്ന വിഷയത്തിൽ പഠിച്ച കാര്യമാണ്. ആത്മീയരായിട്ട് പാട്ട് പാടുമ്പോൾ കാണിക്കുന്ന പലരും വചന ശുശ്രൂഷയാകുമ്പോഴേക്കും ഭയങ്കര ഉറക്ക. ആ ആത്മീയതയോട് എനിക്ക് വലിയ താല്പര്യമില്ല. അവരുടെ അന്യഭാഷയോടും അവരുടെ കയ്യൊടിയോടും പാട്ട് പാടുമ്പോൾ മാത്രമുള്ള ഉണർവിനോടും എന്തോ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതിനിപ്പം നിങ്ങൾ ആരെല്ലാം കുറ്റം പറഞ്ഞാലും ഞാൻ സഹിക്കാൻ തയ്യാറാ, പക്ഷെ എനിക്ക് സംശയമുണ്ട്. പറഞ്ഞതിന്റെ സാരം, നമുക്ക് ദൈവത്തിന്റെ വചനത്തോട് അതിയായ ആഗ്രഹം വേണം. നമ്മള് 2 ആന്റിമാരെ അറിയാമല്ലോ, ആന്റി മാർത്ത ആൻഡ് ആന്റി മേരി. സ്തോത്രം. ധ്യാനമാണല്ലേ. സ്തോത്രം. അതിന് ആരോ പ്രസംഗം ഒരിക്കൽ പറഞ്ഞു, എന്നെ പ്രസംഗിക്കാൻ നേരം നിങ്ങളാരും വിളിക്കരുതെന്ന് അങ്ങോട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഞാൻ നോക്കിയിരുന്നു, നിങ്ങളാരാ, പാസ്റ്റർ ആരാ വിളിക്കുന്നത്? അപ്പോൾ ഒത്തിരി പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുമെന്ന്. അപ്പൊ യോഗത്തിന് ഇടയ്ക്ക് ഇരുന്നോണ്ട് പ്രസംഗിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കരുത്, ആ സമയത്ത് എനിക്ക് വരാൻ ഒക്കത്തില്ലെന്ന് ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പൊ അങ്ങനെ വിളിക്കുന്നവരുണ്ട്, ധ്യാനിക്കുന്നവരും ഒക്കെ. ചിലർ നല്ല രസാ. ഉറക്കം തൂങ്ങി വീഴാറാകുമ്പം ഒരു ഹല്ലേലൂയയ്ക്ക് പറഞ്ഞു തുടങ്ങി എഴുന്നേക്കും. ആ ഹല്ലേലൂയ കേൾക്കുമ്പോഴേ അറിയാം ഉറക്കത്തിന്റെ ഹല്ലേലൂയാണ്. അതൊന്നും നമ്മള് പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക. ഈ കണ്ണുടച്ചൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരാണെങ്കിൽ ഉറക്കം തൂങ്ങി വീഴാൻ പോകുമ്പോൾ പറഞ്ഞ ഹല്ലേലൂയ കേട്ട് പാസ്റ്ററും ആവേശത്തിലാകും. അതല്ല വാസ്തവമായും വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. സ്തോത്രം. വചനത്തിൽ സന്തോഷിപ്പാൻ നമുക്ക് കഴിയണം. അപ്പോ ആന്റി മാർത്ത, മേരി, കർത്താവ് പറഞ്ഞു മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളോട് അപഹരിക്കത്തില്ല. എന്താ നല്ല അംശം? കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന അവസ്ഥ, അവന്റെ കാലുക്കൽ ഇരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ച അവസ്ഥ. അത് വളരെ അത്യാവശ്യമാണ്. ആത്മീയ ആരാധനയിലെ നമ്മുടെ ആത്മീയ ആരാധനാ യോഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവവചന ധ്യാനം, വചന പഠനം, അല്ലെങ്കിൽ വചന വിളംബരം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു സാറ്, ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാറ്, ഈ കഴിഞ്ഞിടയ്ക്ക് ഈ പാൻഡമിക്കിന്റെ സമയത്ത് അദ്ദേഹം ഒരു ചെറിയ റൈറ്റപ്പ് എഴുതിയതിൽ അദ്ദേഹം എഴുതി, ഈ ലോക്ക്ഡൗൺ കാലം കോഡ്ലെസ് മൈക്കുമെടുത്ത് സ്റ്റേജ് മുഴുവനും ഓടി നടക്കുന്ന പാസ്റ്റർമാരെ ഇരുന്ന് പ്രസംഗിക്കാൻ പഠിപ്പിച്ച കാലമാണ് ഈ കാലമെന്ന്. കാരണം ഈ ചെറിയ ഒരു സൂചിമുനയുടെ അത്രയുള്ള ക്യാമറ കണ്ണിന്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കുന്നയാള് എങ്ങനെയാ ഓടി നടക്കുന്നത്? എവിടെ ഓടാനാ? ഓടിയാ പിന്നെ ശബ്ദം പോലും കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇരുന്ന് പ്രസംഗിക്കാൻ വേണ്ടി, അതെ, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാണെന്ന ഓർമ്മ, നമ്മുടെ സഭകളിലൊക്കെ ഈ പോഡിയം, പ്രസംഗപീഠം വെച്ചത് പ്രസംഗകൻ ഒരിടത്ത് നിന്ന് പ്രസംഗിക്കാൻ വേണ്ടിയാ. കഴിവുള്ളിടത്തോളം മൈക്കിലൂടെ പ്രസംഗിക്കുകയാണെങ്കിലും മൈക്ക് സ്റ്റാൻഡേൽ വെച്ച് കൊടുക്കണം. ആവോളം കയ്യിലെടുക്കാവുന്ന മൈക്ക് കൊടുക്കരുത്, ഞങ്ങൾക്ക് തരരുത്. ഈ
കോഡൊന്നും ഇല്ലാതെ ഊരിയെടുക്കാനൊക്കെ പറ്റുന്ന മൈക്കാണെങ്കിൽ ചിലപ്പോൾ ഇതും കൊണ്ട് ഓടാനൊക്കെ ഒരു പ്രേരണ ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ അതിൽ അങ്ങ് വല്ലാതെയാകുക, വചനത്തിന്റെ ഉൾക്കാമ്പില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അത് സംഭവിക്കരുത്. പതിയെ ആയാലും ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ജനത്തിന് സാധിക്കണം. സ്തോത്രം. അപ്പോൾ വചനത്തിനായിട്ടുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത ഭാഗമാണ് ദൈവത്തിന്റെ സഹായത്തിനായിട്ടുള്ള ദാഹം. സ്തോത്രം. ദൈവത്തിന്റെ സഹായത്തിനായിട്ടുള്ള കാത്തിരിപ്പ്. നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ് 121. മനഃപാഠമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നമ്മുടെ കാലുകൾ വഴുതാൻ അനുവദിക്കാതെ, ഉറങ്ങാതെ, മയങ്ങാതെ, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നമ്മെ ബാധിക്കാതെ, നമ്മുടെ ഗമന ആഗമനങ്ങളെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന സകലത്തിൻ്റെയും സ്രഷ്ടാവും ഉടയവനുമായ ദൈവത്തിന്റെ സഹായത്തിനു വേണ്ടി നമ്മൾ അത്യാർത്തിയോടെ, ദാഹത്തോടെ, വിശപ്പോടെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവരായിരിക്കണം. സ്തോത്രം. അതാണ് പറയുന്നത് 121 സങ്കീർത്തനത്തിൽ. അതോടൊപ്പം ഒരു വാക്യം കൂടെ വായിക്കാം. 123 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ. 123, 1 and 2. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മോട് കൃപ ചെയ്യുവോളം ദൈവത്തിന്റെ സഹായത്തിനായി, ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മൾ കാത്തിരിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു, എന്നെ നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റി. ഇപ്പോൾ എന്റെ പാദത്തിന്റെ അടിയിൽ ചതുപ്പല്ല, ചെളിയല്ല, പാറയാ. സ്തോത്രം. എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തി. നമ്മുടെ വായിലെ നിലവിളിയെ മാറ്റി ഹൃദയത്തിൽ സ്തുതി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കാലുകൾ ചെളിയിൽ താണുപോകുന്ന അവസ്ഥയിൽ നിന്ന് പാറപ്പുറത്ത് നമ്മെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സഹായത്തിനായി നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വെയിറ്റിംഗ്, ലോങ്ങിങ് ഫോർ ദ എക്സാക്ട് ടൈം ഓഫ് ഗാഡ്, ഡ്യൂ ടൈം ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കൃത്യമാർന്ന സമയത്തിന് വേണ്ടി, ദൈവത്തിന്റെ തക്ക സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് തന്നെയാണ് പത്രോസും പറയുന്നത്. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് നിങ്ങൾ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സ്തോത്രം. സത്യത്തിൽ നമ്മൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടി ആയിരിക്കണം? ദൈവത്തെ ധൃതി പിടിപ്പിക്കാനാകരുത്, പിന്നെ നമ്മളെ സഹിഷ്ണുതയുള്ളവരാക്കാൻ വേണ്ടിയാകണം. Actually, what we often do with our fastings and prayers is we often hasten our God to raise, to work, to deliver, to avenge. See,
നമുക്ക് വേണ്ടി എഴുന്നേൽപ്പാൻ, പ്രവർത്തിക്കുവാൻ, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ, നമ്മളെ ഉയർത്തുവാനൊക്കെ നമ്മൾ ദൈവത്തെ ബന്ധപ്പെടുത്തുകയാണ് പലപ്പോഴും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കൂടെ ചെയ്യുന്നത്. സത്യത്തിൽ ഉപവാസവും പ്രാർത്ഥനയും എന്താണ്? എന്തിനു വേണ്ടി ആകണം? പത്രോസ് പറഞ്ഞ കാര്യത്തിന് വേണ്ടി ആകാവൂ. സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പത്രോസ് പറഞ്ഞത് തന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ. സ്തോത്രം. അവൻ നമ്മെ ഉയർത്തേണ്ടതിന് തക്ക സമയത്ത്, 5-ന്റെ 6-ാമത്തെ വാക്യമാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. മനഃപ്പാഠമാണെങ്കിലും വായിച്ചോളൂ. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുകയും. എപ്പോഴാ ഉയർത്തുന്നത്? തക്ക സമയത്ത്. ദൈവത്തിന്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം. സ്തോത്രം. ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പക്ഷേ അഭിഷേകം ചെയ്ത ആദ്യ ദിവസം തന്നെ കൊട്ടാരത്തിലേക്ക് അവനെ കൊണ്ടുപോയില്ല, രാജാസനത്തിൽ അവനെ ഇരുത്തിയില്ല, കിരീടവും ചെങ്കോലും അവന് നൽകിയില്ല. അഭിഷേകം ചെയ്തു കഴിഞ്ഞും ദാവീദിന്റെ ഏറിയ വർഷങ്ങൾ മരുഭൂമിയിലാണ് അലഞ്ഞു നടന്നത്. ശൗലിന്റെ കയ്യാൽ ഞാൻ ഒരു ദിവസം മരിക്കുകയേ ഉള്ളൂ എന്ന് പോലും പറയത്തക്ക വിധത്തിൽ അവന്റെ ജീവൻ അപായത്തിലായി. പ്രിയപ്പെട്ടവരെ, ദൈവം ഇതുപോലെ തന്നെ നമ്മെ രാജാഭിഷേകം ചെയ്താൽ പോലും അപ്പോൾ തന്നെ രാജാവാക്കുമെന്നൊന്നും ആരും കരുതരുത്. സ്തോത്രം. ദിവസങ്ങൾ ചിലപ്പോൾ നാളുകൾ കാത്തിരിക്കണം. ശുശ്രൂഷയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ശുശ്രൂഷ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചിലരുണ്ട് രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ സാക്ഷ്യം പറയാനും പ്രസംഗിക്കാനും തുടങ്ങിയവർ. എന്നോട് ക്ഷമിക്കണം, അങ്ങനെയുള്ളവർ പലരും അധികം നാള് നിന്ന് കണ്ടിട്ടില്ല. ഓർത്തു നോക്കിക്കോ. അതേസമയം ദൈവം അവരെ പടിപടിയാ ഉയർത്തിക്കൊണ്ടുവന്ന ധാരാളം പേരുണ്ട്. എന്നാൽ അവരൊക്കെ ഇന്നും ദൈവകൃപയിൽ നിലനിൽക്കുന്നു. നമ്മുടെ ഇടയിൽ ഒരു വല്ലാത്ത ശാപമാണെന്ന് എനിക്ക് തോന്നുന്നേ. എവിടെയെങ്കിലും നിന്ന് ഒരുത്തൻ രക്ഷിക്കപ്പെട്ടെന്നോ വല്ലതും അറിഞ്ഞാൽ നമ്മൾ അപ്പോഴേ അവർക്ക് വേണ്ടി സ്റ്റേജ് കിട്ടും. ഒന്നുകിൽ അവരൊടുവിൽ നമ്മളെ കളിപ്പിച്ചുകൊണ്ട് പോയിരിക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് നാറ്റും. പക്ഷെ ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും എല്ലാം കഴിഞ്ഞു കഴിയും. എന്നാൽ മാന്യതയോടെ ജീവിക്കുന്ന, പൊടുപ്പും തൊങ്കലും വെച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത പല ദൈവമക്കൾക്കും നമ്മുടെ ഇടയിലെ യുവതി യുവാക്കൾക്കും ഒന്നും സ്റ്റേജ് ഇല്ല. അരുത്. സ്തോത്രം. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. അതുവരെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്കൊരിക്കലും മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കില്ല, ഞാനാണ് അവനെ ഉയർത്തിയതെന്ന്. ആരും പറയാൻ, ഒരു മനുഷ്യനും മഹത്വമെടുക്കുവാൻ ഇടവരാതെ, സ്തോത്രം, ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ശുശ്രൂഷയിലുമുണ്ട്, ആത്മീയ ഭൗതിക ജീവിതത്തിന്റെ മറ്റു വശങ്ങളിലുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യനും മഹത്വം കൊടുക്കാതെ ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കത്തക്കതുപോലെ നാം ആകേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിക്കുക. ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ നാം ആയിരിക്കുക. സ്തോത്രം. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. എന്തിനു വേണ്ടി കാത്തിരിക്കുക? ദൈവത്തിന്റെ സഹായത്തിനായി, ദൈവത്തിന്റെ തക്ക സമയത്തിനായി ഉള്ള കാത്തിരിപ്പാണത്. സ്തോത്രം. അങ്ങനെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോവുകയില്ല. ഒരിക്കലും അവർ ലജ്ജിച്ചു പോവുകയില്ല. അതുകൊണ്ട് ആ പ്രത്യേക ആത്മീയ അനുഭവത്തിനായും നമുക്ക് വിശപ്പോടെ ദാഹത്തോടെ ആയിരിക്കാം. വേഗത്തിൽ പോകട്ടെ. 8-ാമത്തെ സംഗതിയാണ്, സ്തോത്രം,
ഏതാണ്ട് ഇതിനോട് തന്നെ ചേർന്നുള്ള മറ്റൊരു ഭാഗം 130-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ. 130-ാം സങ്കീർത്തനം, Psalm 130 verses 1. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. 6-ാം വാക്യം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം. ഇവിടെയും ദൈവിക വിടുതലിനു വേണ്ടി, ദൈവത്തിന് വേണ്ടിയുമുള്ള കാത്തിരിപ്പ. ആ പറയുന്ന ഉദാഹരണമാണ് എന്നെ ഒത്തിരി ആകർഷിക്കുന്നത്. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ. സ്തോത്രം. My soul waits for the Lord more than watchmen wait for the morning. മുമ്പും ഒരിക്കൽ, അധികം നാളായില്ലെന്ന് തോന്നുന്നു, ഒരു ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഫീൽഡിലുള്ളവരുണ്ട്. ഈ രണ്ടു കൂട്ടരും അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും രാത്രിയിലെ വാച്ചസ്, യാമങ്ങൾ. പ്രത്യേകിച്ച് കാവൽക്കാർ. ബാക്കിയുള്ളവരൊക്കെ സുഖനിദ്രയില. അവർ കാവല് കാക്കുന്ന വീടുകളുടെ അകത്തു നിന്നൊക്കെ കൂർക്കമ്പലിയൊക്കെ അവർ കേൾക്കുന്നുണ്ട്. മനസ്സിൽ വല്ലാത്ത കൊതി. എന്ത് സുഖമായിട്ട് അവർ കിടന്നുറങ്ങാ. ഒറ്റയ്ക്കിരിക്കണം രാത്രി മുഴുവൻ. മിക്കവാറും ഒക്കെ നൈറ്റ് ഡ്യൂട്ടി 12 മണിക്കൂറത്തെ ഡ്യൂട്ടിയാ. ഈ ലോങ് അവേഴ്സ്. ചിലപ്പോഴൊക്കെ തണുപ്പ് കാലം കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. എത്രയൊക്കെ തുണിയിട്ടാലും വിറയ്ക്കും. ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഒന്ന് ഇറങ്ങി നടക്കുകയെങ്കിലും ചെയ്യാം. ഭയം ഒരു ഭാഗത്തുണ്ട്. വീട്ടുകാരെ കുറിച്ചുള്ള ബോധം, ഓർമ്മ, ശരീരത്തിന്റെ ക്ഷീണം ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാവൽക്കാരൻ നേരം വെളുക്കാനൊന്ന് കാത്തിരിക്കുക. പ്രിയരെ, അതുപോലെ നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. സ്തോത്രം. ഒരു വലിയ അത്യാവശ്യമാണ്. ഈ ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ ദൈവത്തിനായി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ സഹായത്തിനായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കാര്യം പറയാം. നമ്മുടെ അകത്ത് ഇനിയും മറ്റൊന്നിനു വേണ്ടിയും, ദൈവത്തെ കാണാൻ, ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി, ദൈവിക ഇടപെടലിനു വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതിനൊക്കെയുള്ള ദാഹം, ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത്, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഞാൻ പറയാം, നമ്മുടെ അകത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ വാഞ്ചയാണ് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ടുള്ള ഒരു വലിയ വാഞ്ച. സ്തോത്രം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും എന്താ ഇരിക്കുന്നത്? എനിക്ക് നീതിയുടെ കിരീടമാണ്. അതെനിക്ക് മാത്രമാണോ? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് തരും. എനിക്ക് മാത്രമാണോ അത്? അല്ല. പിന്നെ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ തന്നെ. തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു വിട്ടേക്കൂ, നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ കൂടെ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കണ്ടോ? നീതിയുടെ കിരീടം ആർക്ക് ലഭിക്കും? ഒടുവിൽ പറയുന്നു, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചവർക്ക്. Those who dearly love the appearance or the appearing of the Lord. കർത്താവിന്റെ പ്രത്യക്ഷത അത് ഉണ്ടാകുമെന്നറിയാം.
എന്നാൽ ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട്. സ്തോത്രം. കൊതിയോടെ കാത്തിരിക്കുന്നവർ. ഞാൻ മുൻപും പറഞ്ഞതാണ്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി എന്നാ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മച്ചി എവിടെങ്കിലും പോയാൽ എനിക്ക് ഭയങ്കര ഒരു ഹോം സിക്നെസ് പറയാൻ പറ്റില്ല, മോം സിക്നെസ് ആയിരുന്നു. ഹോമിൽ തന്നെ, വീട്ടിൽ തന്നെ ആണെങ്കിലും അമ്മ വീട്ടിലില്ലാത്ത ഒരു പ്രയാസം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു പ്രയാസമാണ്. അപ്പൊ നോക്കി ഇങ്ങനെ, നാട്ടിലൊക്കെ ആകുമ്പം വഴി കാണാമല്ലോ, വഴിയിൽ ഇങ്ങനെ നോക്കി നിൽക്കും, നോക്കിയിരിക്കും. ചിലപ്പം വല്യമ്മച്ചിയൊക്കെ പറയും, ഇപ്പോഴെങ്കിലും വരത്തില്ല, ഇവിടെ കാണുമ്പോൾ നിൽക്കടാ കൊച്ചനെ. ഇങ്ങനെ കാത്തിരിക്കും വളരെ ആർത്തിയോടെ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ജ്യേഷ്ഠനും മക്കൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാന് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ വരുന്ന സമയം വീട്ടിൽ അറിയാം. അപ്പൊ ചേട്ടന്റെ മക്കള് അവർ 3 പേരുണ്ട്, അന്ന് കൊച്ചുകുട്ടികളാ. അവര് 3 പേരും കൂടി ഇങ്ങനെ കിഴക്കേ വാതിൽക്കൽ ഇങ്ങനെ കിഴക്കോട്ട് നോക്കിയിരിക്കും. ഞാൻ വരുന്നു എന്ന് കാണുമ്പോ 3 പേരും കൂടെ ഓടും. ഏറ്റവും ആദ്യം ആരാണ് വന്ന് കെട്ടിപ്പിടിച്ച് ദേഹത്ത് ചാടിക്കേറി ഉമ്മ തരുന്നതെന്ന് മത്സരാ. നോക്കിയിരിക്കുക വരുന്നത് കാത്ത്. അതിന് ആ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. സാധാരണ പറയുന്ന ഒരു വാക്കാണ് പരൂസിയ. ഗ്രീക്ക് വാക്കാണ് പരൂസിയ. PAROUSIA. പരൂസിയ. PAROUSIA. പരൂസിയ. ആ പരൂസിയയുടെ അർത്ഥമാണ് coming or the arrival of a very close relative. ഏറ്റവും അടുത്ത ഒരു പ്രിയപ്പെട്ട ബന്ധുവിന്റെ ആഗമനം എന്നാണ് അതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പരൂസിയ. Arrival of a close intimate relative. യേശു കർത്താവ് സഭയെ ചേർക്കുവാൻ വേണ്ടി വരുന്നതിനെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വേദപുസ്തക വാക്കാണിത്, പരൂസിയ. അങ്ങനെയെങ്കിൽ നാം അത്യാർത്തിയോടെ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ദാഹം ആർക്ക് വേണ്ടിയായിരിക്കട്ടെ? നമ്മുടെ മണവാളനായ കർത്താവിന് വേണ്ടി, നമ്മുടെ എല്ലാമായ കർത്താവിന് വേണ്ടി, സ്വന്തം ജീവനേക്കാൾ നമ്മെ സ്നേഹിച്ച നമ്മുടെ ആത്മനാഥന് വേണ്ടി. ഞാൻ എന്നും പറയുന്നത് പോലെ, ശരീരത്തിലെ അവസാന തുള്ളി രക്തവും വെള്ളവും വരെ ഊറ്റിത്തന്നവന് വേണ്ടി. സ്തോത്രം. കൈപ്പാടി നമ്മള് കണ്ടാലും കാൽവറിയിൽ എന്ന പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുള്ള പാട്ടാണ്. പക്ഷെ അതിൽ ഒരു ചെറിയ പെശകുണ്ട്. എനിക്ക് തോന്നുന്നു സമൃദ്ധിയായി ജീവജലം തരുവാൻ എന്നുള്ള സ്റ്റാൻസയാണോ എന്ന്. കയ്പുനീർ ദാഹത്തിനേകിടവേ നിനക്കായി അവനായതും പാനം ചെയ്തു എന്ന പ്രയോഗം അത് തെറ്റാ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ 2 തരം വീഞ്ഞാണ് യേശുവിന് കൊടുത്തത്. ഒന്ന് കയ്പുനീര് കൊടുത്തു, മറ്റൊന്ന് പുളിച്ച വീഞ്ഞ് കൊടുത്തു. പുളിച്ച വീഞ്ഞ് കർത്താവ് കുടിച്ചു, അല്ലെങ്കിൽ അത് രുചിച്ചു. മറ്റേത് കുടിച്ചില്ല, കയ്പുനീര് കുടിച്ചില്ല. രണ്ടും രണ്ടാ. വിഷയം നമ്മുടെ അല്ലാത്ത ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ആ കയ്പുനീരെന്ന് പറയുന്നത് ഒരു ലോക്കൽ അനസ്തേഷ്യറ്റിക് ഡ്രിങ്ക് ആണ്. ഒരു ലോക്കൽ അനസ്തേഷ്യയാണ്. ക്രൂശിക്കപ്പെടുന്നവരോട് ക്രൂശിക്കുന്നവർ കാണിക്കുന്ന ഏറ്റവും വലിയ ദയയാണത്.
ഞാൻ മിക്കപ്പോഴും ഉപയോഗിച്ചിട്ടൊരു വാക്കുണ്ടല്ലോ, എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന്. വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വേദനയെ കുറിക്കുന്ന വാക്കാണത്. ആ വേദനയിൽ ഈ പച്ച മനുഷ്യൻ തൂങ്ങിക്കിടക്കുമ്പോൾ, അസ്ഥിയെല്ലാം ബന്ധം വിടുമ്പോൾ, നമുക്കറിയാമല്ലോ ഒരു ചെറിയ സ്പാസ്മോഡിക് ഒരു ട്വിസ്റ്റിങ് നമ്മുടെ എവിടെങ്കിലും ഉണ്ടായാൽ ഉളവാകുന്ന വേദന, ചെറിയതായിട്ട് എവിടെങ്കിലും ഒരു ചെറിയ ഉളുക്ക് സംഭവിച്ചാൽ എന്തൊരു വേദനയാ, സഹിക്കാനൊക്കാത്ത വേദനയാ. ജോയിന്റ് ഒക്കെ വിടുന്ന വേദന എന്ന് പറഞ്ഞാലും സഹിക്കത്തില്ല. നമ്മൾ തന്നെ ഞൊട്ടയിടാനെങ്ങാനും വലിക്കുന്ന വഴി ഇച്ചിരൊന്നും അടങ്ങിയാൽ നമ്മൾ ഞെട്ടും. യേശു കർത്താവിന്റെ മുഴുവൻ ജോയിൻസും ബന്ധം വിട്ട് കിടക്കുക. ക്രൂശിക്കപ്പെടുന്നവരുടെ പൊതു അവസ്ഥയാണത്. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ലങ്സ്, ശ്വാസകോശം ചുരുങ്ങി ശ്വാസം ലഭിക്കാതെ വല്ലാത്ത അവസ്ഥയിലാകുക, വേദന കൊണ്ട് പുളയുകയാ. ശ്വാസം ലഭിക്കാതെ വരുമ്പോഴേക്കും കാലിന്റെ വേദന മറന്നിട്ട് കാലേൽ അടിച്ചിരിക്കുന്ന ആണിയൽ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോ ഒരു ശകലമൊന്നും നുവരും, അല്പം ശ്വാസം നേരെ പോവും. അപ്പോഴേക്കും കാലേലാണ് മുഴുവൻ ബോഡിയുടെ വെയിറ്റ്. പച്ചക്കടിച്ചിരിക്കുന്ന ആണിയൽ നിൽക്കാനൊക്കത്തില്ല. വീണ്ടും കൈകൾ അടിച്ചിരിക്കുന്ന ആണിയിൽ തൂങ്ങിക്കിടക്കും. പിന്നെയും ഇതുപോലെ തന്നെ 45 ഡിഗ്രി ചരിച്ചാ കാല് വെച്ചേക്കുന്ന, ഇപ്പൊ ചരിഞ്ഞാ കിടക്കുന്ന ഈ ഒരു പ്രക്രിയ, ക്രൂശിൽ എഴുന്നേറ്റും നിവർന്നും വേദന കൊണ്ടും ശ്വാസം ലഭിക്കാതെയും വല്ലാതെയാകുന്ന ക്രൂശിക്കപ്പെടുന്നവർ വേദന അറിയാതെ കോമായിൽ കിടന്ന് മരിക്കാൻ ക്രൂശിക്കുന്നവർ ദയ കാണിച്ച് ഇവരുടെ വെപ്രാളം കാണാൻ വയ്യാതെ കൊടുക്കുന്ന സാധനമാണ് ഈ കയ്പ് നീര്. എന്നാൽ യേശു രുചിച്ചപ്പോൾ മനസ്സിലായി ഇത് സാധനം വേറെയാ. കുടിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? യേശുവിന്റെ അവസാന ശ്വാസം വരെയും എന്നെയും നിങ്ങളെയും തന്റെ മനസ്സിൽ വഹിച്ചുകൊണ്ട് തന്നെ മരിപ്പാനാണ് അവൻ ആഗ്രഹിച്ചത്. കോമയിൽ കിടന്ന്, ബോധമില്ലാതെ കിടന്ന് നമുക്ക് വേണ്ടി വേദനപ്പെടാൻ യേശു ആഗ്രഹിച്ചില്ല. സുബോധത്തോടുകൂടെ തന്നെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില മുഴുവനും കൊടുക്കുവാനാ യേശു ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവൻ കയ്പ് നീര് കുടിച്ചില്ല കേട്ടോ, കയ്പ് നീര് കുടിച്ചില്ല. സ്തോത്രം. ആ ലോക്കൽ അനസ്തേഷ്യ മയക്കുമരുന്ന് അവൻ കുടിച്ചില്ല. സുബോധത്തോടെയാണ് അവസാന നിമിഷം വരെയും കർത്താവ് ക്രൂശിൽ കിടന്നത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നമ്മെ സുബോധത്തോടെ തന്റെ മനസ്സിൽ വഹിച്ച് അവസാനം വരെ നമ്മെ സ്നേഹിച്ച് അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന നമ്മുടെ ആത്മനാഥനെ ഒന്ന് കാണുവാൻ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ട വാഞ്ചയാണ് നമുക്ക് ഏറ്റവും അധികമായി ഉണ്ടാകേണ്ട ദാഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിയിൽ മറ്റൊന്നുമല്ല ഏറ്റവും വലിയ ദാഹവും വിശപ്പും നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ കർത്താവിനെ ഒന്ന് കാണുവാൻ. സ്തോത്രം. മൽപ്രിയനേ, എന്നേശു നായകനേ. സ്തോത്രം. നാം പാട്ടുപാടാറുണ്ട്. ആ പ്രത്യാശയുടെ ഗാനങ്ങൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കർത്താവിനെ കാണുക. മരണത്താൽ പോലും വേദനപ്പെട്ടു മാറിയാലും നമ്മുടെ ഹൃദയം എപ്പോഴും ദാഹിക്കേണ്ടത് നമ്മുടെ കർത്താവിനെ കാണുവാൻ, അവന്റെ പൊന്മുഖം കാണുവാൻ, അവന്റെ പാദങ്ങളിൽ വീണ് കിടക്കുവാൻ. ഞാൻ എന്നും പറയുന്നത് പോലെ നമുക്ക് വേണ്ടി തുപ്പലേറ്റ് അവന്റെ മുഖത്തൊന്ന് മുത്തം ചെയ്യുവാൻ. അന്നൊരു പക്ഷേ നമുക്ക് അവന്റെ മുഖത്ത് മുത്തം ചെയ്യാൻ തോന്നില്ല. അത്രമാത്രം, സ്തോത്രം, കൗണ്ടനൻസ്, മധ്യാഹ്ന സൂര്യനേക്കാൾ ശക്തിയോടെ ശോഭിക്കുന്ന അവന്റെ മുഖം. ആ കർത്താവിന്റെ മഹത്വവും അവന്റെ സ്നേഹവും ഒക്കെ നാം ഓർക്കുമ്പോൾ മുഖത്ത് മുത്തം ചെയ്യാനായിരിക്കില്ല നാം അവിടെ പോലും, നിത്യതയിൽ പോലും നമ്മുടെ അയോഗ്യത ഏറ്റുപറഞ്ഞ് അവന്റെ പാദങ്ങളിൽ
24 മൂപ്പന്മാരെ പോലെ വീണ് നമസ്കരിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാറുള്ളത്, നമുക്ക് നിത്യതയെ കുറിച്ച് ഓർക്കുമ്പോൾ സിംഹാസനങ്ങളും കിരീടങ്ങളും ഒന്നുമല്ല, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണ് എപ്പോഴും അഭികാമ്യം. നമുക്ക് സിംഹാസനം ലഭിച്ചാലും കിരീടങ്ങൾ ലഭിച്ചാലും കിരീടങ്ങളും വെച്ച് നാം സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ, സ്തോത്രം, സിംഹാസനങ്ങളിൽ നിന്നും ഇറങ്ങി കിരീടങ്ങളെ അവന്റെ പാദപീഠത്തെങ്കിലിട്ട് നാം അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കും. സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കും. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് ആ പാട്ട് പാടുന്നത് എന്താ? വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ ആയവൻ അരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന കിരീടങ്ങളെ ഒക്കെ അവന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിച്ച് നാം അവന്റെ മുമ്പിൽ കവിണ്ണ് വീണ് കിടക്കും. ഹല്ലേലൂയ. Praise the Lord. We will worship him face down at his feet, and we will give, even in the future eternity, everything we will possess. Hallelujah. Even the rewards we get in the forms of golden crowns and golden thrones. നമുക്ക് ലഭിക്കുന്ന സ്വർണ്ണ സിംഹാസനങ്ങളും കിരീടങ്ങളും പോലും പ്രതിഫലങ്ങളായി ലഭിക്കുന്നവ തിരുപ്പാദങ്ങൾ അർപ്പിച്ച് വീണ് കിടക്കുക. നമുക്ക് നമ്മെ തന്നെ നിത്യതയിൽ പോലും അവന് പൂർണ്ണമായും അർപ്പിക്കുകയല്ലാതെ നമ്മൾ അവിടെ വേറൊന്നും ചെയ്യില്ല. അതെ, ആ കർത്താവിനെ ഒന്ന് കാണുവാൻ മുമ്പേ കർത്താവിന്റെ ദാസൻ പാടിയതുപോലെ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളിൽ എന്ത് കണ്ടു യോഗ്യത കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് നിത്യത മുഴുവനും വീണ് കിടക്കുന്ന ഒരവസ്ഥ. അതേ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ തന്റെ മഹത്വത്തോടെ കാണുവാനായിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്ത് വെമ്പൽ. അതായിരിക്കണം നമ്മുടെ വാഞ്ച, അതായിരിക്കണം നമ്മുടെ വിശപ്പ്. അതിനുവേണ്ടി ആകട്ടെ നമ്മുടെ ദാഹം. വേറെ ഒന്നുകൊണ്ടും തൃപ്തി വരാത്ത വിശപ്പും ദാഹവും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ, വിശന്ന് അമ്മയുടെ മാറിന്റെ ചൂടിനു വേണ്ടി കരയുന്ന ഒരു കുഞ്ഞിനെ വേറെ ആരെടുത്താലും ആ കുഞ്ഞ് അടങ്ങത്തില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? ആ കുഞ്ഞിന് അമ്മയുടെ മുഖമൊന്നും അറിയത്തില്ല. ചിലപ്പം അമ്മയും വേറൊരാളിനെയും കൂടെ കണ്ടാൽ തിരിച്ചറിയാൻ അറിയത്തില്ല കുഞ്ഞിന്. എന്നാലും ആ അമ്മയുടെ മാറിന്റെ ചൂട് കിട്ടുമ്പോഴേക്കും ആ കുഞ്ഞ് ഏങ്ങലടിച്ച് ശാന്തമായി ശാന്തമായി ഏങ്ങലടിച്ച് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാറുണ്ട്. ഇതുപോലെ അമ്മയെ കൊണ്ടല്ലാതെ ആ കുഞ്ഞു വേറെ ആരെ കൊണ്ടും തൃപ്തി അടയാതിരുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ കർത്താവിനെ അക്ഷരികമായി കണ്ട് നമ്മുടെ കർത്താവിനെ അക്ഷരികമായി സന്ധിച്ച് ആ കർത്താവിന്റെ ആശ്ലേഷണം അനുഭവിക്കുന്നതുവരെ വേറെ ഒന്നുകൊണ്ടും തൃപ്തി അടയാത്ത ഒരു വലിയ ദാഹവും വിശപ്പും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, നാഥ, ഇനിയും അങ്ങ് താമസിക്കരുതേ, ഇനിയും അങ്ങ് താമസിക്കരുതേ. ഹല്ലേലൂയ. ആ ഒരു വലിയ വാഞ്ച നമ്മുടെ അകത്തുണ്ടാകണം. അത് വെച്ചുകൊണ്ടാണ് സഭയുടെ പ്രതിനിധിയായി യോഹന്നാൻ കർത്താവിനോട് പറഞ്ഞത്, ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. ആമേൻ. എന്തിനാണ് ആമീൻ പറഞ്ഞത്? 9 times Jesus repeatedly proclaimed in the book of Revelation that, behold, I come quickly. 9 പ്രാവശ്യമാണ് യേശു വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ചു പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഏറ്റവും ഒടുവിൽ യോഹന്നാൻ പറയുകയാണ്, ആമേൻ, അങ്ങ് പറഞ്ഞതുപോലെ വേഗം വരയണമേ.
നമ്മുടെ എത്ര പേരുടെ അകത്ത് യേശു കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരു വലിയ ദാഹവും വിശപ്പുമുണ്ട്? നമ്മൾ പാട്ടുപാടും, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ. സ്തോത്രം. ബുദ്ധിയുള്ള കന്യകയെ പോൽ ഒരുങ്ങുന്നേ എന്നൊക്കെ നമ്മൾ പാട്ടുപാടും. പക്ഷെ സത്യമായും നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ? അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുവാൻ. ഹല്ലേലൂയ. To see the Lord face to face. To see the Lord as he is. നമ്മുടെ കർത്താവായിരിക്കുന്നത് പോലെ മുഖാമുഖം നമ്മുടെ കർത്താവിനെ കാണുവാനുള്ള അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അതാണ് നമ്മൾ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ദാഹം. ഇതുവരെയും നമുക്കതില്ലെങ്കിൽ ഇന്ന് രാത്രി അത് നമ്മൾ ഉണ്ടാകണം. ആർക്കാ ഇല്ലാത്തത്? നമുക്ക് ആ ദാഹം അത്ര തീവ്രമായിട്ട് കർത്താവിനെ കാണാൻ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? Somewhere there is some detachments in our mutual intimacy and relationships. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനും കർത്താവുമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തിനും എവിടെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അതിനർത്ഥം. സ്തോത്രം. നമുക്ക് കർത്താവുമായിട്ട് സ്നേഹബന്ധത്തിൽ വിള്ളലുകളില്ലെങ്കിൽ നാം നമ്മുടെ കർത്താവിന്റെ വരവിനെ അത്യാർത്തിയോടെ കാത്തിരിക്കും. പ്രിയരെ, മറ്റെന്തിനേക്കാളും ഉപരി നാം കാത്തിരിക്കേണ്ടത്, വിശക്കേണ്ടത്, ദാഹിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റവും ഉറപ്പുള്ള വാഗ്ദത്തം തിരുവഴുത്തിൽ നമുക്കുള്ളത് യേശുവിന്റെ വരവാകട്ടോ. യേശുവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. സ്തോത്രം. അത് തന്നെയാണ് നാം പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ വായിക്കുന്നത്, പ്രത്യേകിച്ച് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. ആ ഭാഗവും ഞാൻ വിടട്ടെ. 9-ാമത്തെ കാര്യം. സ്തോത്രം. മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യം. Luke 10:42. ലൂക്കോസ് 10:42. But only one thing is needed. Mary has chosen what is better, and it will not be taken away from her. The better thing. എന്താണ് ആ better thing? ഏറ്റവും നല്ലത്, മറിയയെ പോലെ. അതെന്താണ്? The very presence of God. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ച. ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ നമ്മെ ഏറ്റവും അധികം ഭരിക്കേണ്ട ആഗ്രഹമാണ് കർത്താവിന്റെ സാന്നിധ്യം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കർത്താവിന്റെ സാന്നിധ്യം. സ്തോത്രം. ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെയും വിലപ്പെട്ടതുമായ വാഗ്ദത്തമാണ് തന്റെ സാന്നിധ്യം. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് സ്നേഹിക്കുന്നവന്റെ അടുക്കൽ ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതെല്ലാം കർത്താവിന്റെ വാഗ്ദത്തം. എന്തിന്റെ വാഗ്ദത്തം? The promise of his presence. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ, not a transcendent presence but an immanent presence. അങ്ങ് അകന്നു നിൽക്കുന്ന സാന്നിധ്യമല്ല, അടുത്ത് നിൽക്കുന്ന സാന്നിധ്യം, നമ്മോടൊപ്പം വസിക്കുന്ന സാന്നിധ്യം. ഹല്ലേലൂയ.
നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളും നമ്മളും തമ്മിലുള്ള അത്രയും അടുപ്പമല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ആവർത്തിക്കുക. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രവും ശരീരവും തമ്മിലുള്ള അടുപ്പവുമല്ല. നമ്മുടെ മാംസത്തെ പൊതിഞ്ഞിരിക്കുന്ന ത്വക്ക്, സ്കിന്നും നമ്മുടെ ഫ്ലഷും തമ്മിലുമുള്ള അടുപ്പമല്ല. പിന്നെ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? എങ്ങനെയുള്ള സാന്നിധ്യമാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇടയ്ക്ക് മറക്കാതിരിക്കാനാണ് ഞാൻ ആവർത്തിക്കുന്നത്. സ്തോത്രം. ഓർമ്മയുണ്ടോ? The breath we intake and the food we eat. നമ്മൾ എടുക്കുന്ന ശ്വാസവും നമ്മൾ കഴിക്കുന്ന ആഹാരവും ചില പ്രോസസ്സിലൂടെയൊക്കെ പോയിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് കലരും. ഇത് രണ്ടും കൂടെ കലർന്നിട്ട് നമ്മുടെ രക്തത്തിലാകും. ആ രക്തത്തിൽ നിന്ന് ശരീരത്തിന്റെ ജീവനുള്ള എല്ലാ കോശങ്ങളിലേക്കും ടിഷ്യൂസിലേക്കും എത്തും. നമ്മൾ എടുക്കുന്ന ശ്വാസവും കഴിക്കുന്ന ആഹാരവും എല്ലാം കൂടെ പ്രോസസ്സിങ് കഴിഞ്ഞ് അത് നമ്മിൽ ജീവനായിട്ട് രക്തത്തിൽ കലർന്ന് ജീവനുള്ള കോശങ്ങളിലെല്ലാം വ്യാപിച്ചു കഴിയുമ്പോൾ ആ ജീവനെ ഇതിൽ നിന്നും എടുത്തു മാറ്റിയാൽ, രക്തത്തിൽ നിന്നും ആ ഘടകങ്ങളെ മാറ്റിയാൽ, പിന്നെ ഒരു വ്യക്തിക്ക് എക്സിസ്റ്റൻസ്, സർവൈവൽ, അസ്തിത്വം സാധ്യമല്ലാത്തതുപോലെ അത്രയ്ക്ക് അടുത്തിരിക്കുന്ന ഒരു സാന്നിധ്യം കർത്താവുമായി നമുക്ക് വേണം. ആ കർത്താവുമായി ഉള്ള സാന്നിധ്യത്തിന്റെ അടുപ്പം നമുക്കുള്ളപ്പോൾ ചുമ്മാതെ മിണ്ടാതൊന്നും ഇരിക്കത്തില്ല. സ്തോത്രം. ആ കർത്താവ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മിണ്ടാതെയൊന്നും ഇരിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. പകരം എന്ത് ചെയ്യും? ആ കർത്താവ് മറിയയും കർത്താവും തമ്മിൽ സംസാരിച്ചതുപോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയാണ് നാം കൊതിക്കേണ്ടത്. Lord, I want to hear from you. I just want to experience your presence in a very closest way possible for a man living in his body. ജഡത്തിൽ വസിക്കുന്ന ഒരുവന് അങ്ങയുടെ സന്നിധിയോട് എത്രയും അടുക്കാൻ പറ്റുമോ അത്രയും അതിനോട് അടുക്കുവാൻ. ജഡത്തിൽ വസിക്കുന്ന ഒരാൾക്ക് അങ്ങയുടെ ശബ്ദം എത്രയും കേൾക്കാൻ പറ്റുമോ അത്രയും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ. മറിയയെ പോലെ വേറെ ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത നല്ല അംശം എനിക്കും നൽകണമേ. എനിക്കതിന് കൃപ തരണമേ. രാത്രി പകൽ വ്യത്യാസങ്ങളില്ലാതെ കർത്താവേ അതിനെന്നെ സഹായിക്കണമേ എന്ന വലിയ വാഞ്ച നമ്മൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി കൊതിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായും അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഈ നിലയിൽ നാം ആഗ്രഹിച്ചാൽ തീർച്ചയായും നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. അതായിരുന്നല്ലോ 40 ദിവസം സ്തോത്രം കൂടെയിരുന്ന മോശ കർത്താവിനോട് പറഞ്ഞത്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. സ്തോത്രം. എനിക്കെന്താണ് വേണ്ടത്? ദൂതന്റെ സാന്നിധ്യമല്ല, തിരുസാന്നിധ്യം തന്നെയാണ്. മറിയയെ പോലെ നമുക്ക് ആ നല്ല അംശം കൊതിപ്പാൻ ഇടവരട്ടെ. സ്തോത്രം. മാർത്ത വന്നിട്ട് എനിക്കും നിന്റെ കൂടെ ഇരിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ കർത്താവിന് ഒത്തിരി ഇഷ്ടമായേനെ. എന്നാൽ മാർത്തയ്ക്ക് പരാതിയായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവളെ ശാസിച്ചു. മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രശ്നങ്ങൾ പലതുണ്ടാകാം, ആവശ്യങ്ങൾ പലതുണ്ടാകാം.
എന്നാൽ മാർത്തയെ പോലെ നാം വിചാരപ്പെട്ടും മനം കലങ്ങിയും പരാതി പറഞ്ഞുമിരിക്കാതെ മറിയയെ പോലെ കർത്താവിന്റെ സന്നിധിയോട് ചേർന്നിരിക്കാമെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങുമിങ്ങും അലയത്തില്ല. അലയുന്ന മനസ്സുകൾക്ക് വിശ്രമം തിരുസന്നിധാനത്തിങ്കലുണ്ട് കേട്ടോ. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ തിരുസാന്നിധ്യത്തിലേക്ക് നാം പോയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തിയില്ലെങ്കിലും നമ്മുടെ സ്തോത്രം വിചലിതമായ ചഞ്ചലപ്പെടുന്ന മനസ്സിന് എന്തെന്നില്ലാത്ത അചഞ്ചലത ലഭ്യമാണ്, സ്വസ്ഥത ലഭ്യമാണ്, സമാധാനം ലഭ്യമാണ്. സ്തോത്രം. അതല്ലേ നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. അതിനെയാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതിനെയാണ് നാം ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ട്. രോഗത്തിന്റെ, സാമ്പത്തിക പ്രശ്നങ്ങളുടെ എന്ന് വേണ്ട, നാം മറ്റാരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ, വേറെ ആർക്കും ഊഹിച്ചെടുക്കാൻ ഒക്കാത്ത വിഷയങ്ങളൊക്കെ നമ്മുടെ അകത്ത് നമ്മെ അലട്ടുന്നുണ്ടാവാം. പക്ഷേ മറിയയെ പോലെ തിരുസന്നിധിയിലേക്ക് അടുത്ത് എന്നാൽ ഉരുകി മാറാത്ത പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ഘനീഭവിച്ചിരിക്കുന്ന ദുഃഖത്തിന്റെ അനുഭവങ്ങളെ ബാഷ്പീകരിച്ചു മാറ്റി എന്തെന്നില്ലാത്ത സ്വസ്ഥത പകർന്ന് സമാധാനത്തോടെ നമ്മെ നടത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി മറിയയെ പോലെ നമുക്ക് വാഞ്ചിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആ സാന്നിധ്യമാണ് നാം കൊതിക്കേണ്ടത്. ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നമുക്ക് എന്താണ് വേണ്ടത്? നാം എന്താണ് കൊതിക്കേണ്ടത്? പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. 1 പത്രോസ് 10-ാമത്തെ കാര്യമാണ്, അവസാനത്തെ. ഇതിനപ്പുറം ഇനി ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടെങ്ങും പോകുന്നില്ല. 1 Peter 1:10. സ്തോത്രം. Concerning this salvation, the prophets who spoke of the grace that was to come to you searched intently and with the greatest care. അത് തന്നെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 12 മുതൽക്കുള്ള വാക്യങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. സ്തോത്രം. Something that which is set before us. Something that which is set before us. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടവും ബിരുദും മുമ്പും നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് വിവരിക്കുന്നില്ല. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കയാൽ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. പൗലോസ് ഓട്ടമാ. ഓടുന്ന പൗലോസിനോട് നമ്മൾ ചോദിച്ചാൽ പൗലോസ് പറയും, I am running after something for which I am called. I am running after something which is promised. പൗലോസ് ഈ ഫിലിപ്പി ലേഖനത്തിൽ അതാണ് പറയുന്നത്. I have a purpose in my life. I have a prize which is promised. I'm longing after that purpose. I'm longing after that prize. എന്റെ ജീവിതത്തിൽ മുൻപിൽ ദൈവം എന്നെ വിളിച്ചപ്പോൾ ഒരു ലക്ഷ്യം തന്നു. ആ ലക്ഷ്യത്തിൽ എത്തിയാൽ എനിക്ക് സമ്മാനവും തരാമെന്ന് വാഗ്ദത്തം ചെയ്തു. Purpose and prize. Purpose and prize. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ 2 ദൃഷ്ടികളും അവിടെ മാത്രമാണ് പതിഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ എത്തിയാൽ എനിക്കൊരു ബിരുദുണ്ട്, എനിക്കൊരു സമ്മാനം, ബിരുദ്, എ പ്രൈസ്. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ഓട്ടം ട്രെഡ്മിൽ റേസ് അല്ല കേട്ടോ. നമ്മൾ പലരുടെയും വീടുകളിൽ എക്സസൈസിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ട്രെഡ്മില്ല് കാണും. അതേ നമ്മൾ ഓടും. എവിടെങ്കിലും എത്തുവോ? എത്ര മണിക്കൂർ ഓടിയാലും എവിടെയെങ്കിലും എത്തുവോ? അവിടെ നിൽക്കത്തേ ഉള്ളൂ.
ഓടി ഓടി ക്ഷീണിച്ച് അവിടെ വീണ് മരിക്കാം, പക്ഷെ നമ്മൾ എങ്ങും എത്തത്തില്ല. അങ്ങനത്തെ ഓട്ടമല്ല പൗലോസിൻ്റെത്. സ്തോത്രം. പൗലോസ് ഓടുകയാ. സ്തോത്രം. അവൻ ഓടിപ്പോകി. എവിടേക്കാ ഓടുന്നത്? ടു ദാറ്റ് ഗോൾ that is set before me. ഇപ്പൊ നമ്മുടെ എല്ലാം മുമ്പിൽ ഈ രണ്ട് കാര്യങ്ങൾ കർത്താവ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? There is a goal, that is the mark where we have to reach. നമുക്ക് എത്തിച്ചേരേണ്ടതായ ലക്ഷ്യമാണ്. അതിനെയാണ് പൗലോസ് അവിടെ 14-ാം വാക്യത്തിൽ പറയുന്നത് ലാക്ക്, മാർക്ക്. രണ്ടാമത്തേതാണ് നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ളത് വിരുദ്, പ്രൈസ്. സ്തോത്രം. So Paul was longing, he was thirsting, and he was hungry for these two things set before him, not by the church leaders, not by the baptizer, not by someone else, but by God himself. സഭാ നേതാവിനാലല്ല, സ്നാനപ്പെടുത്തിയ ആളല്ല, വേറെ ആരുമല്ല. പൗലോസ് പറയുന്നു, എന്റെ മുൻപിൽ ദൈവം വെച്ചിട്ടുള്ള 2 ലക്ഷ്യങ്ങൾ ഞാൻ അതിനു വേണ്ടി കൊതിക്കുകയാണ്, അതിനു വേണ്ടി ഞാൻ ഓടുകയാണ്. ലക്ഷ്യം അഥവാ ലാക്ക്. രണ്ടാമത്തേത് പ്രൈസ് അഥവാ വിരുദ്. രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോത്ത് ആർ ദ സെയിം. ക്രൈസ്റ്റ് ഹിംസെൽഫ്. എനിക്ക് യേശുവിൽ എത്തണം, അവൻ ഇരിക്കുന്ന ഇടത്ത് എനിക്ക് എത്തണം. 2, ഞാൻ അവിടെ എത്തിയാൽ എനിക്ക് എന്ത് ലഭിക്കും? കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബിരുദന്തമാണ് യേശുവിനെ തന്നെ ഞാൻ എൻ്റെ സ്വന്തമായി പ്രാപിക്കുകയാണ്. ആവർത്തിച്ചു പറയുന്നു, Christ himself is the mark where we have to reach. Christ himself is the ultimate goal before us. And Christ himself is the utmost promise the Lord has promised us as the prize one once we reach over there. Hallelujah. ക്രിസ്തു എന്ന ലാക്കിലേക്ക് ഓടിയെത്തിയാൽ ക്രിസ്തു എന്ന വിരുദ് നമുക്ക് ലഭിക്കും. ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് നിത്യാവകാശമായി ലഭിക്കുന്നതെന്ന് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്കിലും ആവർത്തിച്ചത് പറയുകയാണ്. സ്തോത്രം. നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമുക്ക് ദാഹിക്കേണ്ടതും മോഹിക്കേണ്ടതും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ അകത്ത് വിശപ്പും ദാഹവും ഉണ്ടാകേണ്ടത്. സ്തോത്രം. ഇനിയും ശേഷിക്കുന്നത് എന്താണ്? ഈ സ്തോത്രം നീതി എന്നുള്ളതാണ്. സ്തോത്രം. നീതിക്ക് വിശന്ന് ദാഹിക്കുക. അപ്പോൾ ആ നീതി ഒഴികെയുള്ള 10 കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ഇനി നാം നീതിയിലേക്ക് വരുന്നു. വാട്ട് ഈസ് ദിസ് റൈച്ചസ്നെസ്? നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ, വിശക്കുക, ദാഹിക്കുക, പിന്നെ നീതി, തൃപ്തിയാകുക എന്ന 4 വാക്കുകളാണ് ഈ 4ാമത്തെ ഭാഗ്യവർണ്ണനയിൽ നിന്നും നാം പഠിക്കുന്നത്. അതിൽ 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. 3ാമത്തെ വാക്കായ നീതി. നീതി എന്ന വാക്കിന്റെ അർത്ഥം, അതുകൊണ്ടുള്ള വേദപുസ്തക വിവക്ഷ നമുക്കറിയാം. ഒരുപക്ഷെ റൈച്ചസ്നെസ്, ജസ്റ്റിസ് എന്നും റൈച്ചസ്നെസ് എന്നും നീതി എന്നും ന്യായമെന്നും സിനോണിം, ഒരേപോലെയുള്ള വാക്കുകൾ ഒരേ അർത്ഥത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഷകളിലുമുള്ള കാര്യമാണ് ജസ്റ്റിസ് എന്നും റൈച്ചസ്നെസ് എന്നുള്ളത്. റൈച്ചസ്നെസ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം റൈറ്റ് എന്ന വാക്ക് ആദ്യം വരും. അതേക്കുറിച്ച് ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല. റൈറ്റ്, അതിന് വലത്തേത്, നോട്ട് ലെഫ്റ്റ് എന്ന അർത്ഥമുണ്ട്. ഇടത്തേതല്ല, അത് ഇംഗ്ലീഷിലാണ് കൂടുതലും വരുന്നത്.
മറ്റൊരു റൈറ്റ് ഉണ്ട്, നോട്ട് റോങ്, ശരിയായിട്ടുള്ളത് എന്ന അർത്ഥത്തിലും റൈറ്റ് ഉണ്ട്. റൈറ്റിന്റെ മൂന്നാമതൊരു അർത്ഥമാണ് അവകാശം, റൈറ്റ്ഫുൾനെസ്. ഐ ഹാവ് റൈറ്റ് ഇൻ, അവകാശം എന്ന അർത്ഥത്തിൽ, അതോറിറ്റി എന്ന അർത്ഥത്തിൽ, ഫ്രീഡം എന്ന അർത്ഥത്തിൽ റൈറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് ഭാഷയുടെ ഒരു പഠനത്തിന് ഞാൻ അതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ബൈബിളിൽ റൈറ്റ് എന്ന് ഉപയോഗിക്കുന്ന അർത്ഥം ഇടത്തേതല്ല വലത്തേതെന്ന അർത്ഥത്തിലും, തെറ്റല്ല ശരി എന്ന അർത്ഥത്തിലും, പിന്നെ ശരി അല്ലെങ്കിൽ നേര് എന്നർത്ഥത്തിൽ. റൈറ്റ് എന്നുള്ളത് അവകാശം, സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമൊക്കെ പഠിക്കുവാൻ നമുക്ക് പറ്റിയ സംഗതികളാണെങ്കിലും ഞാൻ അങ്ങോട്ടെങ്ങും പോകുന്നില്ല. നാം നേരെ നീതി എന്നതിലേക്ക് വരികയാണ്. സ്തോത്രം. നീതി, റൈച്ചസ്നെസ്, അത് ഒരു അഡ്ജക്റ്റീവായിട്ടും നൗണായിട്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നൗണായിട്ടും ഒരു സംജ്ഞയായിട്ടും ഒരു പദവിശേഷണമായിട്ടും നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഓക്കെ, അതില് നാം ഒരു കാര്യം മാത്രം നോക്കുന്നു. ദൈവം, നമ്മുടെ കർത്താവ് ഇവിടെ പറയുകയാണ്, നീതിക്ക് വിശന്ന് ദാഹിക്കുക. അവിടെ പറയുന്നത് ജസ്റ്റ് അല്ലെങ്കിൽ റൈച്ചസ്, ദാറ്റ് വിച്ച് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത്, നേരായത്, ഒത്തത് എന്നൊക്കെയാണ് ഇവിടെ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിയർ റൈച്ചസ്നെസ് മീൻസ് ഇൻ അക്കോർഡൻസ് വിത്ത്, യോഗ്യമായതെന്ന്, പറ്റിയത്, തക്കതുപോലെ അല്ലെങ്കിൽ തക്കത് എന്നൊക്കെയാണ് നീതി എന്നതിന്റെ അർത്ഥം. ഓക്കെ, ഡൈക്കായോസ് എന്നാണ് ആ അഡ്ജക്റ്റീവ്, DIKA, ഡിക്കായോസ്, IOS, DIKAIOS, ഡിക്കായോസ്. ആ ഡിക്കായോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ്, righteous means that which is in accordance with, that which is in accordance with, നേരായത്, ഒത്തത്. നമ്മൾ മുമ്പൊരിക്കൽ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. വാട്ട് ഈസ് ഗാഡ്സ് ബെനവലൻസ്? ഓർമ്മയുണ്ടോ? ദയ, മേഴ്സി, കരുണ എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതേ ദിവസമായില്ല, ഓർമ്മയില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവർത്തിക്കാം. നൂറ്റിമൂന്നാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യാത്ത, നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം. അപ്പോൾ ഒത്തവണ്ണമെന്നും തക്കവണ്ണമെന്നും ഉള്ള പ്രയോഗം അന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് എന്ത് ലഭിച്ചാലും, ദൈവം എന്ത് നമുക്ക് ചെയ്താലും അത് ദൈവത്തിന്റെ നീതിയാണെന്നൊന്നും പറഞ്ഞേക്കരുതെന്ന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഓർക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പഴയത് ഓർപ്പിക്കുന്നത് കേട്ടോ. സ്തോത്രം. ചിലപ്പോൾ ഓർമ്മയുള്ളവർക്ക് ഒരു ആവർത്തനം തോന്നുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് ഓർപ്പിക്കുന്നത് ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ നീതിയും രണ്ട് വശങ്ങളാണ്. ദയ അല്ലെങ്കിൽ ബെനവലൻസ്, കരുണ, മേഴ്സി, കൈൻഡ്നസ്, കമ്പാഷൻ, അവിടെയൊക്കെ he doesn't act in accordance with,
but in justice, in righteousness, what does he do? Righteousness is that which is in accordance with. ഇപ്പം വ്യത്യാസം മനസ്സിലായോ? ദയ അല്ലെങ്കിൽ കരുണ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ 103 സങ്കീർത്തനം 10 വാക്യം ഓർത്താ മതി. നമ്മൾ വായിക്കുന്നുണ്ട് അടുത്ത വാക്യങ്ങളിൽ, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കരുണ തോന്നുന്നു. ചിലപ്പം മക്കള് അപ്പനോട് പറയും, തല്ലി അങ്ങ് കൊല്ലെന്നെ, എന്നാ നിന്നെ ഇപ്പൊ തല്ലിക്കൊല്ലൂടാന്നും പറഞ്ഞുകൊണ്ട് ഒലക്കെടുത്ത് അടിക്കുമോ അപ്പന്മാരില്ല. എന്നാ എന്നെ അങ്ങ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേരെ, ഇത് കേട്ട ഉടനെ കഥ പറഞ്ഞ് ഇറങ്ങി പോടാന്ന് പറയുമോ? അപ്പന്മാർക്ക് മക്കളോട് എന്തുണ്ട്? കരുണയുണ്ട്. മക്കള് പറയുന്നതിനും ഒന്നും മക്കളോട് ചെയ്യുന്നില്ല. സ്തോത്രം. അത് കരുണയാണ്, അത് ദയയാണ്. അതേസമയം എന്തുണ്ട്? അതേസമയം മറുഭാഗത്ത് ഒരു നീതിയുടെ ഭാഗമുണ്ട്. നീതിയുടെ വിഷയം വരുമ്പോ എന്താ? ഈക്വൽ, തത്തുല്യമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. അവിടെ സൗമ്യത ഇല്ല കേട്ടോ. നീതിക്കകത്ത് എന്തില്ല? നോ മീക്നെസ്, നോ കമ്പാഷൻ, no grace, no mercy, no love, only truth, justice. Sometimes there will be wrath. Stotram. There the measure is taken into account. The measure what he did is to be taken into account to deal righteously. നീതിക്കകത്ത് സൗമ്യതയ്ക്കോ കരുണയ്ക്കോ ദയയ്ക്കോ സ്നേഹത്തിനോ മനസ്സലിവിനോ ഒന്നിനും സ്ഥാനമില്ല. പിന്നെന്തിനു മാത്രമേ ഉള്ളൂ? സത്യത്തിന്, ന്യായത്തിന്, ജസ്റ്റിസ്, ന്യായത്തിന്. സ്തോത്രം. ലോ, അവിടെ നിയമത്തിനേ ഉള്ളൂ. അവിടെ നിയമമാണ് കണക്കാക്കുന്നത്. സ്തോത്രം. നോ പേഴ്സൺ ഈസ് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. അവിടെ വ്യക്തിയുടെ മുഖത്തെ എടുക്കുന്നില്ല, വ്യക്തി ആരും നോക്കുന്നില്ല. ചിലപ്പോൾ അവിടെ ക്രോധം വെളിപ്പെട്ടെന്നിരിക്കും. നീതി ഉള്ളിടത്തൊക്കെ മിക്കപ്പോഴും ക്രോധവും കൂടെ ഉണ്ട് കേട്ടോ. ഒരു വാക്യം ഒന്ന് വായിച്ചാൽ നമ്മുടെ സമയം തീരുന്നുവെങ്കിൽ കൂടെ അതിന്റെ വിശദാംശങ്ങൾ കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. നമ്മുടെ സമയം തീരുന്നു. റോമാലേഖനം 1-ാമത്തെ അധ്യായം 18, റോമൻസ് 1:18. The wrath of God is being revealed from heaven against all the godlessness and wickedness of men who suppress the truth by their wickedness. 19 also, 19 കൂടെ. Since what may be known about God is plain to them, because God has made it plain to them. സ്തോത്രം. മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സ്തോത്രം. ദൈവത്തിന്റെ നീതി പലപ്പോഴും ദൈവക്രോധത്തോടുകൂടെയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം.
ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട കാൽവരി ക്രൂശുണ്ട്. ദൈവനീതിയുടെ ഏറ്റവും വലിയ വെളിപ്പാട് അവിടെയാ ഉള്ളത്. The utmost revelation or manifestation of the righteousness of God is on the cross of Christ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് ദൈവനീതിയുടെ പരമമായ വെളിപ്പാട് നാം കാണുന്നത്. ആ ദൈവനീതിയുടെ വെളിപ്പാടോടൊപ്പം നാം എന്തും കൂടെ കാണുന്നുണ്ട്? ദൈവ ക്രോധാഗ്നിയുടെ ആളിക്കത്തലും കാണുന്നുണ്ട്. അപ്പോൾ ദൈവനീതിയുടെ വെളിപ്പാടും ദൈവക്രോധത്തിന്റെ ആളിക്കത്തലും ഒരുമിച്ചാണ്. അതിന്റെ ഏറ്റവും ഉത്തമമായ ദൃശ്യം കാൽവറി ക്രൂശാണെന്ന് മറക്കരുത്. സ്തോത്രം. അപ്പോൾ നീതി എന്ന വാക്കിന്റെ അർത്ഥമാണ് നാം ഇപ്പോൾ നോക്കിയത്. എന്താ നീതി എന്ന വാക്കിന്റെ അർത്ഥം? That which is in accordance with, ശരിയായ അളവിന് അല്ലെങ്കിൽ ഒത്തതായ അളവ് എന്നാണ് നീതിയുടെ അർത്ഥം. അത്രയും പറയുമ്പോൾ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒത്ത അളവ്. ദയയാണെങ്കിൽ നമ്മുടെ പാപത്തിന് ഒത്തതുപോലല്ല, ഒത്തതുപോലെ നമ്മോട് ദൈവം ചെയ്തിട്ടില്ല. അതേസമയം നീതിയാണെങ്കിൽ എന്താ വരുന്നത്? നമ്മുടെ പാപത്തിന് ഒത്തതുപോലെ രണ്ടും ഒരേപോലെ തൂക്കും. കൃത്യമായ തൂക്കം വരുത്തും. ദയയാണെങ്കിൽ ഇല്ല, കൃത്യമായ തൂക്കം ഇല്ല അതിനകത്ത്. അപ്പോൾ ഇതാണ് സ്തോത്രം നീതി എന്നതിന്റെ അർത്ഥം. അതിന് മറ്റൊരർത്ഥമുള്ളത് സ്ട്രെയിറ്റ് എന്നാണ്. സ്ട്രെയിറ്റ്, നേരെ, അപ്രൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്രൈറ്റ്, സ്ട്രെയിറ്റ്, നേരായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ മേശിരിമാര്, മെയ്സൺസ് അല്ലെങ്കിൽ എഞ്ചിനീയർ, സിവിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു നൂല് വലിച്ചു കെട്ടും. രണ്ട് എൻഡിലുമായിട്ട് ഒരു ത്രെഡ് വലിച്ചു കെട്ടും. എന്നിട്ട് മേപ്പോട്ട് ബ്രിക്സ് വെച്ച് പോകുമ്പോൾ അതിന് മുകളിൽ നിന്നും വേറെ ഒരു പ്ലം ലൈൻ അതും കൂടെ പിടിക്കും. അപ്പം ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അപ്രൈറ്റ്നെസ് എന്നാണ് അതിന് പറയുന്നത്. വെർട്ടിക്കലായിട്ട് നീളത്തിലും കുറുകയും ആ ഒരു നൂല് വെച്ച് കൃത്യമായ അളവ് പിടിച്ചുണ്ടാക്കുന്ന ഭിത്തി, വാൾ എന്ന അർത്ഥമാണ് അപ്രൈറ്റ് എന്നതിന്റെ അർത്ഥം. സ്തോത്രം. ലൈൻ ആൻഡ് പ്ലം. താങ്ക് യു ബെന്നി ബ്രദർ. ലൈൻ ആൻഡ് പ്ലം, ആ ഒരർത്ഥമാണ് ഇവിടെ അപ്രൈറ്റ് എന്നുള്ളതിന്, നീതി എന്നുള്ളതിന്, നേരായത്. ഒന്നും അകത്തേക്ക് തള്ളി നിൽക്കത്തില്ല, വലിഞ്ഞു നിൽക്കത്തില്ല, പുറത്തോട്ട് തള്ളി നിൽക്കത്തില്ല. കൃത്യമായത്. നീതി എന്നതിന്റെ അർത്ഥം നമുക്ക് തൽക്കാലം അത്രയും മനസ്സിലാക്കാം. അതിന്റെ വാക്യങ്ങളുണ്ട്, അതും കൂടെ വായിക്കുന്നില്ല, എഴുതി നിർത്തിക്കൊള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആക്ട്സ് 8:21, 13:10, 13:10 and 2 Peter 2:15, 2 പത്രോസ് 2:15. നമ്മുടെ കർത്താവ് നീതിമാനായ ദൈവമാണ്. നാമും ദൈവത്തിന്റെ നീതിയെ അന്വേഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ നീതിയുടെ മറ്റ് തലങ്ങൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. നാം ഇതിനു മുമ്പ് കേട്ട, നാം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യേണ്ട പല മേഖലകൾ നമ്മൾ കണ്ടു.
ആ കുറഞ്ഞത് 10 മേഖലകളും ഇപ്പോൾ നാം ചിന്തിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ നീതിയും നാം അത്യാഗ്രഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്.